Hello students, welcome to HSC UG Maths World. ആദ്യം തന്നെ നിങ്ങളോട് ഞാനൊരു സോറി പറയുകയാണ്. കാരണം നമ്മുടെ ചാപ്റ്റേഴ്സ് എല്ലാം 3 ചാപ്റ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞ് അടുത്ത ചാപ്റ്റർ നമ്മൾ ലീനിയർ ഇൻഇക്വാളിറ്റീസ് ആയിരുന്നു അപ്ലോഡ് ചെയ്യേണ്ട 2 ദിവസം മുമ്പേ. പക്ഷേ ഒരു പണി കിട്ടി. അതായത് വേറെ ഒന്നുമല്ല, നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്യുക അതുപോലെ അപ്ലോഡ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്ന സിസ്റ്റം ഒന്ന് കംപ്ലൈന്റ് ആയി പോയി. അപ്പോൾ അങ്ങനെ വന്ന കാരണമാണ് 2 ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്യാതെ. അതിനാദ്യം തന്നെ സോറി പറയുകയാണ്. ഇനി നമ്മുടെ വീഡിയോസ് എല്ലാം കറക്റ്റായി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ പേടിക്കാനില്ല, ലീനിയർ ഇൻഇക്വാളിറ്റീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ 2 വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പൊ 2 വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. എന്തായാലും ഞാൻ ആ ചാപ്റ്ററിന്റെ ഫോക്കസ് ഏരിയ നോക്കിയപ്പോൾ അതിനകത്ത് നമുക്ക് ഒരു സെക്ഷൻ മാത്രമേ ഉള്ളൂ പഠിക്കാൻ. വളരെ സിമ്പിൾ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്ന എല്ലാ കുട്ടികൾക്കും എളുപ്പമായിട്ടുള്ള ചാപ്റ്ററാണ് ലീനിയർ ഇൻഇക്വാളിറ്റീസ്. അപ്പൊ നിങ്ങൾ ആരും പേടിക്കേണ്ട. ഈ ചാപ്റ്റർ നമ്മൾ ഇന്ന് തന്നെ ഡിസ്കസ് ചെയ്ത് ഈ വീഡിയോയിൽ തന്നെ മൊത്തം ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. അതുപോലെ അടുത്ത ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ള കോണിക് സെക്ഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ആ ചാപ്റ്ററിന്റെ വീഡിയോസും ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുന്നതാണ്. നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. കേട്ടല്ലോ? അപ്പൊ നമുക്ക് ലീനിയർ ഇൻഇക്വാളിറ്റീസ് എന്ന ചാപ്റ്റർ നോക്കാം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പൊ നിങ്ങൾ എന്റെ ഒപ്പം പഠിക്കുക. അതായത് എന്റെ ഒപ്പം നിങ്ങൾ വന്നാൽ എളുപ്പമാണ് പരീക്ഷ. ഞാനുണ്ട് കൂടെ, നിങ്ങൾ സപ്പോർട്ടല്ലേ? അപ്പൊ നമുക്ക് നോക്കാം ലീനിയർ ഇൻഇക്വാളിറ്റീസ്. എന്താണ് ലീനിയർ? ലീനിയർ എന്താ നമുക്കറിയാം. ലീനിയർ എന്താന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. അതായത് ലീനിയർ മീൻസ് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് ലീനിയർ. ഫോർ എക്സാമ്പിൾ, എന്താണ് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ? ax plus b equal to 0. ഇതിങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നില്ല. അപ്പൊ ഞാൻ പറയാം 4x plus 3 equal to 0. നിങ്ങൾ പണ്ടോട്ടേ പഠിക്കുന്ന ഇക്വേഷനാണ്. ഇത് കണ്ടിട്ടുള്ള 4x plus 3 കൊച്ചു ക്ലാസ്സുകളിൽ കണ്ടിട്ടുള്ള. അപ്പൊ ഇങ്ങനെയുള്ള ഇക്വേഷൻ, ഇതിനെ നമുക്ക് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയാം. ഇനി സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കോംപ്ലക്സ് അനാലിസിസ് പഠിച്ച് അല്ലെ കോംപ്ലക്സ് നമ്പേഴ്സ് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തന്നു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണെന്ന് അവിടെ പറഞ്ഞത്. അപ്പൊ അവിടെ 3 സൊല്യൂഷൻ വരാന്ന് പറഞ്ഞു. അതായത് b² - 4ac 0 വരാം, അതുപോലെ തന്നെ പോസിറ്റീവ് റൂട്ട്സ് വരാം, അല്ലെങ്കിൽ പിന്നെ എന്ത് വരാം, നെഗറ്റീവ് വരുന്ന കേസാണ് കോംപ്ലക്സ് നമ്പർ വന്നത്. അതൊന്നും നിങ്ങൾ ഇപ്പൊ ആലോചിക്കേണ്ട, ഞാൻ പറഞ്ഞ രീതി അവിടെ പഠിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യം ലീനിയർ ഇൻഇക്വാളിറ്റീസ് എന്ന ചാപ്റ്റർ എന്താണ് പറയുകയാണ്. ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ലീനിയർ മീൻസ് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ax plus b എന്ന ഫോമിൽ കിടക്കുന്നു. ഇപ്പൊ ഈ ഇക്വേഷനകത്ത് x എന്ന് പറഞ്ഞ ഒറ്റ വേരിയബിളേ ഉള്ളൂ. അതുകൂടാതെ ഇത് ഫസ്റ്റ് ഡിഗ്രി ആണ്. അതുകൂടാതെ ഇനിയിപ്പോ വേറൊരു കാര്യം പറയാം. ax plus by equal to 0 എന്ന ഇക്വേഷൻ ആണ് കിടക്കുന്നതെങ്കിൽ ഇപ്പൊ 2 വേരിയബിൾസ് ഉണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതും ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ തന്നെ. അതായത് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ വിത്ത് 1 വേരിയബിൾ, ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ വിത്ത് 2 വേരിയബിൾസ്. വേരിയബിൾസ് മീൻസ് വേരി ചെയ്യുന്നത്. എക്സിന്റെ വൈയുടെ വാല്യൂസ് വേരി ചെയ്യും. അതൊന്നും നിങ്ങൾ അറിയേണ്ട. നിങ്ങൾ ഏകദേശം ഇത്രയും കാര്യം എന്ന് അറിഞ്ഞാൽ എന്താണ് ലീനിയർ. ഇനി എന്താണ് ഇൻഇക്വാളിറ്റീസ്? നമുക്കറിയാം, പണ്ടോട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് 3x plus 4 equal to 10 എന്ന് കൊടുത്താൽ നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈക്വൽ സൈൻ ആണ്. എന്നാൽ ഈക്വൽ സൈൻ അല്ലാതെ ഇപ്പൊ ഒരു ചോദ്യം വരികയാണ് 5x plus 7 less than or equal to 0. അപ്പൊ ഇവിടെ എന്ത് വന്ന് ഈക്വൽ സൈൻ അല്ല വന്ന ഈ ചോദ്യത്തിനകത്ത്. അപ്പൊ ഇതൊരു ഇൻഇക്വാളിറ്റി എന്ന് പറയാം. അതായത് ഈ കാണുന്ന ഏതെങ്കിലും സിമ്പൽ വെച്ച് റെപ്രസെന്റ് ചെയ്താൽ നമുക്കതൊരു ഇൻഇക്വാളിറ്റി എന്ന് പറയാം. അത് ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ അല്ലെ ഫസ്റ്റ് ഡിഗ്രി ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ലീനിയർ ഇൻഇക്വാളിറ്റി എന്ന് പറയാം. അതായത് നമ്മൾ സാധാരണ ഒരു ഇക്വേഷൻ എഴുതാറുണ്ട്. ഇക്വേഷൻ എന്ന് പറയുന്നത് ഇക്വാളിറ്റി ആയതുകൊണ്ടാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ സിമ്പിൾസ്, അതായത് ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഈ 4 സിമ്പിൾസ് ആണ് വരുന്നതെങ്കിൽ ഈ 4 സിമ്പിൾസ് വന്നാൽ നമ്മൾ ഇൻഇക്വാളിറ്റീസ് എന്ന് പറയാം. ഇനി ലീനിയർ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് ഡിഗ്രി ആയിരിക്കണം. ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത്. ഇപ്പൊ ഇതാണ് ലീനിയർ ഇൻഇക്വാളിറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ഞാൻ വീണ്ടും പറയുകയാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ തരുന്ന ഇൻഇക്വാളിറ്റീസ്, നമുക്ക് ഇൻഇക്വാളിറ്റീസ് വന്നിട്ട് അതിന്റെ സൊല്യൂഷൻ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതേ ഉള്ളു കാര്യം. നിങ്ങൾ ഒരു സ്കെയിലും പെൻസിലും മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ക്ലിയർ ആവുന്നുണ്ടേ? അപ്പൊ നമുക്ക് ആ ചോദ്യത്തിലോട്ട് പോവാം. വളരെ എളുപ്പമാണ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, solve the following inequalities
ഗ്രാഫിക്കലി തന്നിരിക്കുന്ന ഇൻഇക്വാളിറ്റീസിനെ സോൾവ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ് പ്ലസ് വൈ ലെസ് ദാൻ 5. എക്സ് പ്ലസ് വൈ ലെസ് ദാൻ 5, അതായത് നമ്മൾ ചോദിച്ചിരിക്കുന്നത് സോൾവ് ദ ഫോളോയിങ് ഇൻഇക്വാളിറ്റീസ് ഗ്രാഫിക്കലി. തന്നിരിക്കുന്ന ഇൻഇക്വാളിറ്റിയെ ഗ്രാഫിക്കലി നിങ്ങൾ സോൾവ് ചെയ്യുക. അതിന്റെ സൊല്യൂഷൻ ഏതാണെന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കുക. അത്രേ ഉള്ളു കാര്യം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് എക്സ് അതേപോലെ തന്നെ വൈ എന്ന് എഴുതുക. ഓക്കെ ആണേ? അപ്പം ഇതിപ്പോ ഒറ്റ ഇൻഇക്വാളിറ്റി നമുക്ക് തന്നിട്ടുള്ളൂ. ചില ചോദ്യങ്ങൾ വരുമ്പോൾ 2ഉം 3ഉം എല്ലാം തരും. പറയുന്നത് മനസ്സിലാവുന്നേ? അപ്പൊ ആ രീതിയിലൊക്കെ നമുക്ക് ചോദ്യം ചെയ്യാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജാണ്, നമ്മളൊന്ന് പിച്ച വെച്ച് നടക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒറ്റ ഇൻഇക്വാളിറ്റി എങ്ങനെ സോൾവ് ചെയ്യുന്നത് പഠിക്കുക. അപ്പൊ എന്ത് ചെയ്യണം? എക്സും വൈയും, ആദ്യമേ ഞാൻ എക്സിന് 0 കൊടുത്താൽ 0 പ്ലസ് വൈ ലെസ് ദാൻ 5 എന്ന് കിട്ടും. ക്ലിയർ ആവുന്നേ? നിങ്ങൾ ഇത് സോൾവ് ചെയ്യാൻ നേരത്തെ എന്ത് ചെയ്യണം? ഈ ലെസ് ദാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഈക്വൽ ടു സൈൻ എന്ന് ആലോചിക്കുക. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5 എന്ന് മനസ്സിലാലോചിക്കുക. അതിനുശേഷം എക്സിന് 0 കൊടുത്താൽ വൈ എന്തായിട്ട് കിട്ടും? 5 ആയിട്ട് കിട്ടും. പറയുന്ന രീതിയിൽ ചിന്തിച്ചോണം. അതിനുശേഷം വൈക്ക് നമ്മൾ 0 കൊടുത്താൽ വൈ 0 ആയപ്പോ എക്സ് പ്ലസ് 0 ഈസ് ഈക്വൽ ടു 5. അപ്പൊ എക്സ് എത്ര കിട്ടി? 5 കിട്ടി. ഓക്കെ ആണേ? ഇങ്ങനെ ഒരു ബോക്സ് നമ്മൾ വരച്ച് വെറുതെ വെക്കുക. അതിനുശേഷം നമുക്ക് ഗ്രാഫിക്കലി ആണ് ഇത് റെപ്രസെന്റ് ചെയ്യേണ്ട. അപ്പൊ എന്ത് ചെയ്യണം? എക്സ് വൈ ആക്സിസ് വരയ്ക്കുക. പണ്ടോട്ടേ ചെയ്യുന്ന കാര്യം എക്സ് വൈ ആക്സിസ് വരയ്ക്കാൻ അറിയാം. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഇതിനകത്ത് 1 2 3 4 ഇത് 5. ഓക്കെ ആണേ? 1 2 3 4 5. ഇത് -1 -2 അങ്ങനെ അങ്ങോട്ട് പോകും. ഇത് -1 -2 -3 താഴോട്ടും പോകും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ഗ്രാഫ് വരയ്ക്കുന്ന കാര്യങ്ങൾ. ചെയ്ത കാര്യം ഞാൻ ഒന്നുകൂടെ പറയാം. എക്സ് പ്ലസ് വൈ ലെസ് ദാൻ 5 ആണ്. നമുക്ക് ഈ വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടി എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5 എന്ന് മനസ്സിലാലോചിച്ചുകൊണ്ട് എക്സിന് 0 കൊടുത്തപ്പോൾ വൈ 5 കിട്ടി, വൈക്ക് 0 കൊടുത്തപ്പോൾ എക്സ് 5 കിട്ടി. ഇനി എന്ത് ചെയ്യണം? എക്സ് 0 ആയപ്പോൾ വൈ എത്ര ആയിരുന്നു? 5 ആണ്. അതായത് എക്സ് 0 ആയപ്പോൾ വൈ എത്ര ആണ്? 5 ആണ്. ഓക്കെ അല്ലേ? രണ്ടാമത്തെ വൈ 0 ആയപ്പോ എക്സ് എത്ര? വൈ 0 ആയപ്പോ എക്സ് 5 ആണ്. 2 പോയിന്റ്സ് കിട്ടി. ക്ലിയർ ആണ്? നിങ്ങൾ ശ്രദ്ധിച്ചോളാം. 2 പോയിന്റ്സ് എനിക്ക് കിട്ടി. ഈ പോയിന്റും കിട്ടി, ഈ പോയിന്റും കിട്ടി. ഒരു കാര്യം ആലോചിച്ചോണം. എക്സ് പ്ലസ് വൈ ലെസ് ദാൻ 5 എന്നാണ് തന്നിരിക്കുന്നത്. എക്സ് പ്ലസ് വൈ ലെസ് ദാൻ 5. ഈ എക്സ് പ്ലസ് വൈ ലെസ് ദാൻ 5 വന്നാൽ നമ്മൾ ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഡോട്ടഡ് ലൈൻസ് കൊണ്ടാണ്. അതായത് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ 5 എന്നോ അല്ലെ എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ 5 എന്നോ. ശ്രദ്ധിച്ചോളാം, ഞാനൊരു കാര്യം പറഞ്ഞുതരാം. എക്സ് പ്ലസ് വൈ ലെസ് ദാൻ 5 എന്നാ ഇപ്പൊ തന്നിരിക്കുന്നത്. അതേപോലെ തന്നെ എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ 5 എന്നാണെന്ന് വെച്ചോ. ഏത് വന്നാലും ലെസ് ദാനോ ഗ്രേറ്റർ ദാനോ വന്നു കഴിഞ്ഞാൽ ഡോട്ടഡ് ലൈൻസ് വെച്ചാണ് നമ്മൾ ഇതിനെ കണക്ട് ചെയ്യുന്നത്. ഞാൻ വരയ്ക്കുമ്പോൾ മനസ്സിലാവും. അതല്ല ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരുന്നതെങ്കിൽ ഡോട്ടഡ് ലൈൻ അല്ല സ്ട്രെയിറ്റ് ലൈൻ വെച്ചാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടേ? ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായി വരും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ കണക്ട് ചെയ്ത് വരയ്ക്കാൻ പോവുക. അപ്പൊ ഡോട്ടഡ് ലൈൻ ആയിരിക്കണം, മറന്നു പോകരുത്. ഡോട്ടഡ് ലൈൻ ആയിരിക്കണം. അപ്പൊ നിങ്ങൾ സ്കെയിൽ വെച്ച് വരയ്ക്കണം കേട്ടല്ലോ. സ്കെയിൽ വെച്ചാണ് വരയ്ക്കേണ്ടത്. ഞാൻ വരയ്ക്കുമ്പോൾ വളം ഉണ്ടാവും. അപ്പൊ സ്കെയിൽ വെച്ച് നിങ്ങൾ വരയ്ക്കുക. അപ്പൊ നമ്മൾ അത് കണക്ട് ചെയ്ത് വരച്ചു. ഒരു ചെറിയ വളം ഉണ്ട്, അത് കണക്ട് ചെയ്ത് വരയ്ക്കുക. ഈ 5ഉം ഇതേ 5ഉം കണക്ട് ചെയ്ത് നമ്മൾ ഡോട്ടഡ് ലൈൻ വരച്ചു. ഡോട്ടഡ് ലൈൻ വരയ്ക്കാൻ കാരണം എക്സ് പ്ലസ് വൈ ലെസ് ദാൻ 5 ആയതുകൊണ്ടാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം വേറെ ഒന്നുമല്ല. ശ്രദ്ധിച്ചോണം. നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം അടുത്തതായി ആലോചിക്കേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം. എക്സ് പ്ലസ് വൈ നിങ്ങൾ 0 ആയിട്ട് ആലോചിച്ച് നോക്കിയേ. എക്സ് പ്ലസ് വൈ 0 ആയിട്ട് ആലോചിച്ചാൽ 0 ലെസ് ദാൻ 5. 0 ലെസ് ദാൻ 5 എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ആലോചിക്കുക. 0 ചെറുത്, 5 വലുത്. ശരിയല്ലേ? 0യേക്കാൾ വലുതാണ് 5. ആ കണ്ടീഷൻ ശരിയാണ്, ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ നമ്മൾ ഇതിനെ എങ്ങോട്ട് ഷെയ്ഡ് ചെയ്യണം? ഇതിനെ നമ്മൾ ഒറിജിനിലോട്ട് ഷെയ്ഡ് ചെയ്യണം. അതായത് ഇതാണ് ഒറിജിൻ, ആ ഒറിജിനിലോട്ട് ഷെയ്ഡ് ചെയ്യണം. ഓക്കെ ആണേ? ക്ലിയർ ആണെന്നോണ്ടാ പറയുന്ന. ഇതിപ്പം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 അല്ലായിരുന്നു ഈ ചോദ്യം. അതും പറഞ്ഞ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആയിരുന്നു എങ്കിൽ ഈ 0 ഗ്രേറ്റർ ദാൻ 5, അതായത് 0 ആണ് വലുത് 5നേക്കാൾ. അത് ട്രൂ ആണോ? അല്ല, ഫാൾസ് ആണ്. ഫാൾസ് ആണെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ നമ്മൾ പുറത്തോട്ട്,
അതായത് ഒറിജിനിലോട്ട് ഷെയ്ഡ് ചെയ്യാതെ പുറത്തോട്ടാണ് ഷെയ്ഡ് ചെയ്യുന്നത്, ഇങ്ങോട്ട് പോകും ഷെയ്ഡിങ്. മനസ്സിലായേ? ക്വസ്റ്റ്യൻ രണ്ട് രീതി വരുന്നതും പറഞ്ഞു, അതുകൂടാതെ ഡോട്ടഡ് ലൈൻസ് അല്ലാതെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കേണ്ട കേസും പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് പറയുന്ന? ഇപ്പൊ ഇതാണ് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ഒറ്റ ഇതായിട്ടുള്ള ഇൻഇക്വാലിറ്റീസ്, അതായത് ഒറ്റ ഇൻഇക്വാലിറ്റീസ് ആയിട്ട് ചോദിക്കത്തില്ല, ചോദിക്കുന്നെങ്കിൽ 2 3 എണ്ണൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. ഇത് ക്ലിയർ ആയല്ലോ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. Second question, 2x plus y greater than or equal to 6. Question clear ആണ്? 2x plus y greater than or equal to 6, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ എന്ത് ചെയ്യണം? ആലോചിച്ചാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്നിരിക്കുന്നത്. അപ്പം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നാൽ എന്ത് ലൈനാണ്? സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഡോട്ടഡ് ലൈൻ അല്ല. മാറിപ്പോകുന്നത് മിക്ക പിള്ളേരും തെറ്റിക്കുന്ന ഒരു കേസാണത്. അപ്പൊ ഇനി എന്ത് ചെയ്യാം? 2x plus y നമുക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി എക്സും വൈയും എടുക്കാം. ഫസ്റ്റ് ചോദ്യം കിട്ടിയ ചെയ്യേണ്ട കാര്യം അതാ. അപ്പൊ ഒരു കാര്യം മനസ്സിലാലോചിച്ചാൽ 2x plus y സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ 2x plus y equal to 6 എന്ന രീതിയിൽ ആലോചിച്ചോണം. അതിനുശേഷം ഈ ഒരു ബോക്സ് വരയ്ക്കുക. അതായത് നമ്മുടെ ഐഡിയ, നമ്മൾ ചെയ്തു വരുന്ന രീതി ഒരേ രീതിയിൽ ഫോളോ ചെയ്ത് പോകണം. പറയുന്ന അതേ രീതി മനസ്സിലാക്കി പോവാം. വളരെ എളുപ്പമാണ് മാത്സ്. അപ്പം എക്സിനെ എന്ത് ചെയ്യുക? 0 ആക്കുക. എക്സിന് 0 കൊടുത്താൽ y എത്ര കിട്ടും? 6 കിട്ടും. y 0 കൊടുത്താൽ x എത്ര കിട്ടും? 3 കിട്ടും. ഓക്കെ ആണ്? ഓക്കെ ആണ്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫ് വരയ്ക്കുന്നതിന് മുമ്പേ നിങ്ങൾ നോക്കണം, x 3 വരെ വേണം, y 6 വരെ വേണം. അപ്പൊ y 6 വരെ വേണം. അപ്പൊ അതുപോലെ വരച്ചോണം. അപ്പൊ y x ആക്സിസ് ആണ്, x ആക്സിസ് 1 2 3 4 5 6. y ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ 1 2 3 4 5 6. ഓക്കെ ആണ്? 6 വേണേ 7 കൂടെ കൊടുത്തു, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഏതെടുത്താൽ എവിടം വരെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആവശ്യമുള്ളത് എന്തായാലും കണ്ടിരിക്കണം ഗ്രാഫിനകത്ത്. -2 -3 -1 -2 -3. അപ്പൊ നമുക്ക് വേണ്ട എന്താണ്? ഫസ്റ്റ് പോയിന്റ് x 0 ആകുമ്പോൾ y 6 ആകും. x 0 ആകുമ്പോൾ y 6 ആകും. ക്ലിയർ ആണോ? അടുത്തത് y 0 ആയപ്പോൾ x എത്രയായി? 3 ആയി. രണ്ട് കേസും നമ്മൾ അടയാളപ്പെടുത്തി. ഇനി എന്ത് ചെയ്യണം? ഇവരെ തമ്മിൽ കണക്ട് ചെയ്യണം. അതാണ് നമ്മുടെ ജോലി. അപ്പൊ ഇതിനെ കണക്ട് ചെയ്യാം. ഒരു കാര്യം ആലോചിച്ചോണം, ഈക്വൽ ടു സൈൻ ഉള്ളതുകൊണ്ട് ഇത് തമ്മിൽ എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ ആണ്. സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ വരയ്ക്കുമ്പോൾ വളഞ്ഞു പോകുന്നില്ലേ? വേറൊന്നും കൊണ്ടല്ല, ബോഡി വരയ്ക്കുന്നതുകൊണ്ടാണ്. മാക്സിമം കറക്റ്റായി വരയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഇൻഇക്വാലിറ്റി. അതായത് 2x പ്ലസ്, നിങ്ങൾ വരച്ചപ്പോൾ വേണേ അങ്ങനെ ഒന്ന് എഴുതിയത്, 2x plus y greater than or equal to 6. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ സൊല്യൂഷൻ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യണം. ഒന്ന് ആലോചിക്കാം. 2x plus y നമ്മൾ 0 ആയിട്ട് ആലോചിച്ചാൽ 0 greater than or equal to 6. അതായത് 0 ഒന്നെങ്കിൽ 6മായി തുല്യമാണ്, അല്ലെങ്കിൽ 6നേക്കാൾ വലുതാണ്. ശരിയാണോ? അത് ശരിയല്ല. 6 ആണ് വലുത്. അപ്പൊ 6 വലുതാണ്. ആ പറഞ്ഞ കാര്യം തെറ്റായതുകൊണ്ട് ഇതിന്റെ സൊല്യൂഷൻ പുറത്തോട്ട് പോകും. ക്ലിയർ ആവുന്നുണ്ടേ? ഞാൻ പറയുന്ന. അപ്പൊ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യണം. ഓക്കെ ആണോ? അപ്പൊ ഗ്രാഫ് വരച്ചത്, അതിന്റെ ഇൻഇക്വാലിറ്റീസ് വെച്ച് ഗ്രാഫ് വരച്ചു, അതിനുശേഷം ഷെയ്ഡ് ചെയ്തത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞു, മനസ്സിലായോ? അപ്പം ഈക്വൽ ടു സൈൻ വരുന്നത്, അതായത് സ്ട്രെയിറ്റ് ലൈൻ വരുന്നതും ഡോട്ടഡ് ലൈൻ വരുന്നതും പഠിപ്പിച്ചു. ഇനി നമുക്ക് രണ്ട് ഇൻഇക്വാലിറ്റീസ് വരുന്നത്, 2 3 ഇൻഇക്വാലിറ്റീസ് വരുന്നത് നോക്കാം. കാരണം അതാണ് ഇമ്പോർട്ടന്റ്. ഇത് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം.
അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. സോൾവ് സിസ്റ്റം ഓഫ് ഇൻഇക്വാളിറ്റീസ് ഗ്രാഫിക്കലി നമുക്ക് തന്നിരിക്കുന്ന ഇൻഇക്വാളിറ്റീസിനെ സോൾവ് ചെയ്യുക. ഇതാണ്, ഇങ്ങനെ ആയിരിക്കും നിങ്ങളുടെ എക്സാമിനും ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ അതിനകത്ത് തരുന്ന ഇൻഇക്വാളിറ്റീസ് നമുക്ക് എഴുതാം. 2x plus y minus 3 greater than or equal to 0, x minus 2y plus 1 less than or equal to 0, y less than or equal to 3. ഓക്കെ ആണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചെറിയ വ്യത്യാസമുണ്ട്. 2x plus y minus 3 greater than or equal to 0, x minus 2y plus 1 less than or equal to 0, y less than or equal to 3. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആദ്യമായിട്ട് ഞാൻ പഠിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ ഒരു ടെൻഷൻ വരും. വേണ്ട, ഒരു പാടുമില്ല, വളരെ സിമ്പിൾ ആണ് ഈ ക്വസ്റ്റ്യൻ. നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻഇക്വാളിറ്റി 2x plus y minus 3 greater than or equal to 0. ഓക്കെ ആണോ? അതിന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഒന്ന് അറേഞ്ച് ചെയ്ത് ചെയ്യാൻ പോവാം. 2x plus y greater than or equal to minus 3 അപ്പുറത്തോട്ട് ചെല്ലുമ്പോൾ +3 ആവും. ഓക്കെ അല്ലേ? അതിനുശേഷം 2x plus y greater than or equal to 3 ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാം. അതിന് നമ്മൾ ഈക്വൽ ടു സൈൻ ആയിട്ട് ആലോചിക്കുക കേട്ടല്ലോ. 2x പ്ലസ് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നേരത്തെ ഈക്വൽ ടു സൈൻ ആയിട്ട് ആലോചിക്കും. അപ്പൊ x 0 ആയി പോയാൽ y എന്താവും, y ഈക്വൽ ടു 3 ആകും. പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? അതായത് ഇൻഇക്വാളിറ്റിയെ ഈക്വൽ ടു ആക്കിയിട്ട് അതിന്റെ സൊല്യൂഷൻ നമ്മൾ ആലോചിക്കുക. അടുത്ത y 0 ആയി പോയാൽ 2x is equal to 3, അതായത് x is equal to 3/2. ഓക്കെ അല്ലേ? ഈ 3/2 എന്ന് പറയുന്നത് ഏകദേശം 1.5 ആണ് 3/2. അത് നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ 1ന്റെയും 2ന്റെയും ഇടയ്ക്ക്, അതായത് മിഡിലായിട്ട് നമ്മൾ അതിന്റെ പോയിന്റ് അടയാളപ്പെടുത്താൻ മതി, ഒരു പാടുമില്ല. നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ x minus 2y plus 1 less than or equal to 0. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, x minus 2y less than or equal to -1 എന്ന് എഴുതാം. അപ്പൊ അതിന്റെ സൊല്യൂഷൻ ഞാൻ ഇങ്ങനെ അടയാളപ്പെടുത്തുകയാണ്. എനിക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ x ഉണ്ട്, y ഉണ്ട്. x minus 2y equal to -1 എന്ന് ആലോചിച്ചാൽ y 0 ആയാൽ എന്ത് കിട്ടും, x -1 ആവും. അതിനുശേഷം x 0 ആയാൽ -2y equal to -1. അപ്പൊ y എത്ര കിട്ടി, 1/2. y എത്ര കിട്ടും, 1/2 കിട്ടും. 1/2. ഞാനത് ചെയ്യണോ? ഒന്ന് നോക്കിയോ. ഏതെങ്കിലും കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ, ശ്രദ്ധിച്ച്. x minus 2y എന്ന് പറയുന്നതിനെ ഞാൻ എന്തായിട്ട് എടുക്കും, ഈക്വൽ ടു -1 ആയിട്ട് എടുക്കും. കാരണം ഈ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഈക്വൽ സൈൻ ആയിട്ട് എടുക്കണമെന്ന് ഞാൻ കഴിഞ്ഞ 2 ക്വസ്റ്റ്യൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനുശേഷം എക്സിന് 0 കൊടുക്കുമ്പോൾ x 0 ആയി പോയാൽ എന്ത് കിട്ടും, -2y is equal to, x 0 ആയി പോകും, -2y is equal to -1. രണ്ടിടത്തെ മൈനസ് വെട്ടിപ്പോവും. ബാക്കി 2y is equal to 1 എന്ന് കിട്ടും. y equal to 1/2. 1/2 means 0.5. അതാണ് കിട്ടുന്നത്. ഇനി അടുത്ത y 0 കൊടുത്താൽ എന്ത് കിട്ടും, y 0 കൊടുത്താൽ എന്ത് കിട്ടും, y 0 കൊടുത്താൽ ഈ ടൈം ആകുമ്പോൾ 0 ആയി പോകും. ബാക്കി x is equal to -1 കിട്ടും. ഓക്കെ ആണ്? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ ഇനി ഒന്നുമില്ല. നമുക്ക് വേറൊന്നും തന്നിട്ടുണ്ട്, y less than or equal to 3. ഈ y less than or equal to 3 എന്തായിട്ട് എടുത്താൽ y equal to 3 ആയിട്ട് എടുത്ത് ഗ്രാഫ് അങ്ങ് വരയ്ക്കുക. ഇത്ര ഓക്കെ അല്ലേ? y equal to 3 ആയിട്ട് എടുത്ത് ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നും ആലോചിക്കാനില്ല, വളരെ സിമ്പിൾ ആണ്. One, 2, 3, 4, 5, 6, 7. വെറുതെ എടുത്ത 7, അത്രയൊന്നും ആവശ്യമില്ല. -1, -2, -1, -2, -3. 1, 2, 3, 4, 5, 6. അപ്പൊ നമുക്ക് വേണ്ട പോയിന്റ്സ് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് നോക്കിയേ, ഫസ്റ്റ് നമുക്ക് എന്തുണ്ട്, y equal to 3 ഉണ്ട്. y equal to 3 എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണ്. y equal to 3 എന്ന് പറഞ്ഞ പോയിന്റ് കൂടെ പോകുന്നത് വരച്ചു നോക്കാം. y equal to 3 ഇതാണ്. y less than or equal to 3 എന്ന പോയിന്റ് ആയിട്ട് ആലോചിച്ചു. ഓക്കെ അല്ലേ? ആ സ്ട്രെയിറ്റ് ലൈൻ ആണ്, സ്കെയിൽ വെച്ച് വരയ്ക്കണം. അതിനുശേഷം രണ്ടാമത്തെ ഇൻഇക്വാലിറ്റി 2x plus y minus 3 greater than or equal to 0. അത് നമ്മൾ ഇങ്ങനെ റീഅറേഞ്ച് ചെയ്ത് എഴുതിയത്. അപ്പൊ അതിനകത്ത് എന്തുണ്ട്, x എന്ന് പറയുന്നത് 3/2 ആണ്. x 3/2 ആണ്.
y 3 ആണ്. നോക്കിയ സിമ്പിൾ ആണ്, വളരെ എളുപ്പമാണ്. x 0 ആകുമ്പോൾ y 3 ആണ്, x 0 ആകുമ്പോൾ y 3 ആണ്. അടുത്ത y 0 ആകുമ്പോൾ 3/2 ആണ്. 3/2 എത്രയാണെന്ന് ഞാൻ പറഞ്ഞു, ഏകദേശം ഒരു 1.5. ഓക്കെ അല്ലേ? 1.5 മീൻസ് ഇതാണ് പോയിന്റ് ആയിട്ട് ആലോചിച്ചാൽ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആകുമ്പോൾ എന്താണ്, സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഡോട്ടഡ് ലൈൻ അല്ല. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് സ്ട്രെയിറ്റ് ലൈൻ. അതായത് ഇവിടുത്തെ 3 എണ്ണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മാത്രമാണ് വരുന്നത്, അതല്ലാതെ ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാം സ്ട്രെയിറ്റ് ലൈൻ ആണ് വരയ്ക്കുന്നത്, ഡോട്ടഡ് ലൈൻ ഉപയോഗിക്കത്തില്ല. ഇതേതാണ്, ഇതാണ് 2x പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. ഓക്കെ അല്ലേ? ഇത്രയും. അതിനുശേഷം നമുക്ക് അടുത്ത വരയ്ക്കാം. അടുത്ത ഏതായിരുന്നു? അടുത്തതാണ് എക്സ് മൈനസ് 2y പ്ലസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അതിന് നമുക്ക് എങ്ങനെ എഴുതാമെന്നാണെന്ന് പറഞ്ഞാൽ, അതിന് നമുക്ക് എക്സ് മൈനസ് 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 എന്ന് എഴുതാമെന്ന് പറഞ്ഞാൽ അതിനെ സോൾവ് ചെയ്താണ് ഈ കിടക്കുന്നത്. അതായത് y 0 ആയപ്പോൾ x -1 ഈ പോയിന്റ് ആണ്. ഓക്കെ അല്ലേ? ഈ പോയിന്റ്. അത് കൂടാതെ y 0 ആയപ്പോൾ x 0 ആയപ്പോൾ y എത്രയായി? 1/2 ആയി. x 0 ആയപ്പോൾ 1/2. ഏകദേശം ഈ പോയിന്റ് ക്ലിയർ ആവുന്നുണ്ടേ, ആ പോയിന്റ് വരും. ഇതാണ് നമ്മുടെ അടുത്ത ഗ്രാഫ്. ശ്രദ്ധിച്ചോണം, വരയ്ക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. പല പിള്ളേരും തെറ്റിക്കാറുള്ളതാണ്. എളുപ്പമുള്ള ഒരു പോർഷൻ ആണ്. എക്സ് മൈനസ് 2y, നിങ്ങൾ ആ പടം വരച്ചിട്ട് അതിന്റെ താഴെ തന്നെ അതിന്റെ ഇൻഇക്വാലിറ്റി എഴുതി വെക്കണം. കാരണം ചിലർ അങ്ങനെ എഴുതാതിരുന്നിട്ട് മാറിപ്പോകും എല്ലാം തമ്മിൽ. അപ്പൊ നോക്കിയേ, ഇനി നമുക്ക് നോക്കാം. 2x പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പൊ ഇതിനെ 0 ആയിട്ട് ആലോചിച്ചാൽ 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്നാ പറയുന്നത്. അത് ശരിയാണ്. 0 വലുത്, 3യേക്കാൾ വലുതാണ് 0 എന്നാ പറയുന്നത്. അത് ശരിയല്ല, തെറ്റാണ്. അപ്പൊ എങ്ങോട്ട് പോകും? പുറത്തോട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ശ്രദ്ധിച്ചോണം, പുറത്തോട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. ഞാൻ മൊത്തം ഒന്നും കർപ്പിക്കുന്നില്ല, ഞാൻ ചിലരുടെ മാത്രമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊല്യൂഷൻ നമ്മുടെ സോൾവ് ദ സിസ്റ്റം ഓഫ് ഇൻഇക്വാലിറ്റീസ് ഗ്രാഫിക്കലി. ഈ 3 ഇൻഇക്വാലിറ്റീസ് തന്നിരിക്കുന്ന 3 ഇൻഇക്വാലിറ്റീസും സോൾവ് ചെയ്ത് 3ഉം കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഫസ്റ്റിന്റെ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി സെക്കൻഡിന്റെ സൊല്യൂഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇതിനെ ആലോചിച്ചേ, എക്സ് മൈനസ് 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1. ഇതിനെ 0 ആയിട്ട് ആലോചിച്ചാൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1. 0യേക്കാൾ വലുതാണ് -1 എന്നാണ് പറയുന്നത്. ശരിയാണോ? 0 അല്ലേ വലുത്? 0യേക്കാൾ വലുതാണോ -1? അപ്പൊ അതും തെറ്റാണ്. അപ്പൊ എങ്ങോട്ട് പോകും? ഒറിജിനിലോട്ട് പോകാതെ പുറത്തോട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. ക്ലിയർ ആവുന്നുണ്ടേ? പുറത്തോട്ട് വേണം മാർക്ക് ചെയ്യാൻ. അടുത്ത കണ്ടീഷൻ നോക്കിയേ, y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണെന്ന് പറയുന്നത്. അതായത് വൈനോടെ 0 കൊടുത്താൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. 0യേക്കാൾ വലുതാണ് 3. അത് ശരിയല്ലേ? അപ്പൊ അതെങ്ങോട്ട് മാർക്ക് ചെയ്യണം? അത് അകത്തോട്ട് മാർക്ക് ചെയ്യണം. നോക്കിയേ, ഈ പടം ഞാൻ വരച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഒരു സ്ഥലത്ത് 3 കൂടെ ചേർന്ന് വരുന്ന പോയിന്റ് ആണ്. നോക്കിയേ, ഇവിടെ ആകുമ്പോൾ ഇത് 2 ഉള്ളു, ഇവിടെ വരുമ്പോൾ ഇത് 2 ഉള്ളു, ഇത് 2 ഉള്ളു. ക്ലിയർ ആവുന്നുണ്ടേ? പക്ഷെ ഈ നടുക്ക് ഈ ചെറിയൊരു ട്രയാങ്കിൾ നോക്കിയ, ആ ട്രയാങ്കിളിൽ എന്ത് വരുന്നുണ്ട്? എല്ലാവരുടെയും കറക്റ്റ് പോയിന്റ് സൊല്യൂഷൻസ് വരുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, ഇതാണ് സൊല്യൂഷൻ. ക്ലിയർ ആയ? പടം വരച്ച മനസ്സിലായ? വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, പല വട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. 2x plus y minus 3 greater than or equal to 0, x minus 2y plus 1 less than or equal to 0, y less than or equal to 3. ഇത് എങ്ങനെ വരയ്ക്കുക എന്നാ പറഞ്ഞത്. ആദ്യമേ ഇതിനെ അറേഞ്ച് ചെയ്തതിന് ശേഷം ഈക്വൽ ടു ആ ടേം, അതായത് എക്സ് മൈനസ് 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1നെ എക്സ് മൈനസ് 2y ഈക്വൽ ടു -1 ആക്കി അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചു. അതേപോലെ 2x പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 കറക്റ്റ് ചെയ്ത് 2x പ്ലസ് വൈ ഈക്വൽ ടു 3 ആക്കി അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചു. y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ഒന്നും ചെയ്യേണ്ട, y ഈക്വൽ ടു 3 എന്ന് എഴുതുക. ആ ലൈൻ അങ്ങ് വരയ്ക്കുക. ഞാൻ 3 കളർ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാ. ഞാൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. 5 മാർക്ക് നമ്മുടെ കയ്യിരിക്കും. അപ്പൊ നിങ്ങൾ ഇത് പറയുന്ന ക്വസ്റ്റ്യൻസ് പരമാവധി ചെയ്ത് തന്നെ പഠിക്കുക. ക്ലിയർ ആവുന്നുണ്ടേ? പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഒന്നുകൂടെ ഡൗട്ടും ഇല്ലാതെ ക്ലിയർ ആയിട്ട് ചെയ്യാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. വളരെ സിമ്പിൾ ചാപ്റ്റർ. ഈ ഒരു സെക്ഷൻ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കൂ. ക്ലിയർ ആവുന്നുണ്ടേ?
അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ വ്യത്യാസമൊന്നുമില്ല. സോൾവ് സിസ്റ്റം ഓഫ് ഇൻഇക്വാളിറ്റീസ് ഗ്രാഫിക്കലി തന്നെയാണ്. ഞാൻ ഇൻഇക്വാളിറ്റീസ് മാത്രമേ എഴുതുന്നുള്ളൂ. എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6, എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4. ഓക്കെ അല്ലേ ഈ ക്വസ്റ്റ്യൻ? എന്താ നമുക്ക് നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാ. എന്ത് ചെയ്യണം? ആ ഫസ്റ്റ് ഇൻഇക്വാളിറ്റി നമ്മൾ ഒന്ന് എഴുതുകയാണ്. എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അപ്പൊ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിന് ഒരു കാര്യം കൂടെ ചെയ്യണം. അത് നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറയുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 6 നമ്മൾ ആലോചിക്കുന്നു. അതിനുശേഷം എക്സിന്റെയും വൈയുടെയും സൊല്യൂഷൻ കണ്ടുപിടിക്കാം. എക്സിന് 0 കൊടുത്താൽ വൈ എത്ര കിട്ടും? 6 കിട്ടും. വൈക്ക് 0 കൊടുത്താൽ എക്സ് 6 കിട്ടും. എക്സ് 0 കൊടുത്താൽ വൈ ഈക്വൽ ടു 6 എന്ന് കിട്ടും. വൈ 0 കൊടുത്താൽ എക്സ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. സിമ്പിൾ കാര്യം, കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 എന്നാണ്. അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ തന്നെ 0 ഈക്വൽ ടു കൊടുത്ത് അതിന്റെ സൊല്യൂഷനും കണ്ടുപിടിക്കാം. എക്സിന് 0 കൊടുക്കുമ്പോൾ വൈ 4 കിട്ടും. ഞാൻ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ചെയ്യുകയാണ്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയാം. അപ്പൊ അടുത്ത എന്ത് ചെയ്യാം? നമുക്കൊന്ന് ഗ്രാഫിക്കലി അതിന്റെ സൊല്യൂഷൻ എവിടെയെന്ന് നോക്കാം. അപ്പൊ നമുക്ക് 6 ആണ് മാക്സിമം പോയിന്റ്. അപ്പൊ 6 വരണം. 1 2 3 4 5 6. 7 കേട്ടോ അവിടെ അധികം. 1 2 3 4 5 6. -1 -2 -3 -1 -2 -3. ഓക്കെ അല്ലേ? എന്ത് ചെയ്യണം? ഫസ്റ്റ് നമുക്ക് വരയ്ക്കേണ്ട ഏതാ? എക്സ് 0 ആകുമ്പോൾ y 6, സോറി എക്സ് 6 ആകുമ്പോൾ y 0 ആണ്. അതേപോലെ തന്നെ എക്സ് 0 ആകുമ്പോൾ y 6. അതാണ് ഈ വരച്ചു. രണ്ട് പോയിന്റും നമ്മൾ അടയാളപ്പെടുത്തി. അതിനുശേഷം നമുക്കറിയാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അത് ഉറപ്പായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം, മറന്നു പോകരുത്. അത് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് മനസ്സിലാവും. രണ്ടുകൂടെ കണക്ട് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. സ്വല്പം വളവ് എന്താ ഇതിനകത്ത് വരയ്ക്കുന്നതിനകത്തുകൊണ്ട് നിങ്ങൾ അത് ക്ഷമിക്കുക. എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. അതിനുശേഷം രണ്ടാമത്തെ നമുക്ക് വരയ്ക്കാം. എക്സ് 0 ആകുമ്പോൾ y 4 ആണ്. ഇതാണ് പോയിന്റ്. y 0 ആകുമ്പോൾ എക്സ് 4 ആണ്. കണ്ടേ? അപ്പൊ അതിനെ നമുക്കൊന്ന് കറക്റ്റ് ചെയ്ത് വരയ്ക്കാം. അതും ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പൊ സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ്. കണ്ടേ? ഡൗട്ട് ഒന്നും ഇല്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4. അപ്പൊ ഇങ്ങനെ രണ്ട് വര വന്നപ്പോ ഇങ്ങനെ രണ്ട് ലൈൻ വരച്ചോ. അതുകൊണ്ട് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ എടുക്കുന്നത്. കാരണം ഒരു ഇന്റർസെക്ഷൻ ഒന്നുമില്ല. നേരത്തെ വരച്ച പോലെ ട്രയാങ്കിൾ ഒന്നും കാണാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് പിള്ളേർ ഈ ക്വസ്റ്റ്യൻ ഉപേക്ഷിച്ചു പോകും ചെയ്യാതെ. 5 മാർക്കിന്റെ ക്വസ്റ്റ്യനാണ്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. എക്സ് പ്ലസ് വൈ 0 കൊടുത്തു കഴിഞ്ഞാൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 ട്രൂ അല്ലേ? 0യേക്കാൾ വലുതാണ് 6. ട്രൂ ആണ്. അപ്പോൾ അകത്തോട്ട് ഷെയ്ഡ് ചെയ്യണം. ഓക്കെ അല്ലേ? അടുത്ത എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 എക്സ് പ്ലസ് വൈക്ക് 0 കൊടുത്താൽ എക്സ് പ്ലസ് വൈക്ക് 0 കൊടുത്താൽ 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4. 4നേക്കാൾ വലുതാണ് 0. ശരിയാണോ? അല്ല, ഫാൾസ് ആണ്. അപ്പൊ എങ്ങോട്ട് പോകും? പുറത്തോട്ട് മാർക്ക് ചെയ്യണം ഈ ലൈനിൽ. അപ്പൊ എവിടെ കോമൺ ആയിട്ട് വന്ന്? രണ്ടുപേരും ഒരേപോലെ കോമൺ ആയിട്ട് വന്ന സ്ഥലം എവിടെ? അപ്പൊ നമുക്ക് ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി. എന്ത് മനസ്സിലായി? കോമൺ ആയിട്ട് വരുന്നത് ഇവിടാണ്. അപ്പൊ ഇതാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ പെൻസിൽ വെച്ച് ഷെയ്ഡ് ചെയ്യുക. ക്ലിയർ ആവുന്നുണ്ടേ? ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. അപ്പൊ പുറത്തോട്ടൊന്നും പോകാതെ കറക്റ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്യുക. ഇതാണ് സൊല്യൂഷൻ. ഞാൻ മൊത്തം കറുപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമേ ഷെയ്ഡ് ചെയ്തുള്ളൂ. അപ്പൊ വേറെ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തത്. ക്ലിയർ ആയ ഈ ക്വസ്റ്റ്യൻ ചെയ്തത് വളരെ സിമ്പിൾ ആണ്. ഈ പാഠത്തിനകത്ത് നമുക്ക് ഈ ഒരു ഹെഡിങ് മാത്രമേ പഠിക്കാനുള്ളൂ, വേറെ ഒന്നും പഠിക്കാനില്ല. വേറെ ഒരു സെക്ഷൻ ഉണ്ട് ചെറുത്, അത് നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ പറയുന്നില്ല, അതുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാത്തത്. കാരണം ആവശ്യമില്ലാത്ത പഠിച്ച് നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യണ്ട. നമുക്ക് ആവശ്യമുള്ളത് മാത്രം പഠിച്ച് A+ കാണാം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനോട് നമുക്ക് നോക്കാം. നിങ്ങളെ കുറച്ചും കൂടെ ഡൗട്ട് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഒരു ക്വസ്റ്റ്യനോട് നോക്കാം.
അടുത്തൊരു ക്വസ്റ്റ്യൻ 5x plus 4y less than or equal to 20. 5x plus 4y less than or equal to 20. X greater than or equal to 1. Y greater than or equal to 2. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് നമ്മുടെ ആദ്യം ഇനീക്വാളിറ്റി എടുക്കാം. 5x plus 4y less than or equal to 20. അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി 5x plus 4y equal to 20 എന്ന് എടുക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടേതായ മെത്തേഡിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പൊ അതേപോലെ നിങ്ങൾ ഫോളോ ചെയ്ത് വരുക. ചിലപ്പോൾ സ്കൂളിൽ വേറെ രീതി പഠിപ്പിക്കുമായിരിക്കാം. പക്ഷെ അതൊന്നും ആലോചിച്ച് വന്ന ടെൻഷൻ അടിക്കണ്ട. ഈ രീതി പഠിച്ചാൽ മതി. ഈ രീതി ചെയ്യുക. പേടിക്കേണ്ട, മാർക്ക് കിട്ടുക തന്നെ ചെയ്യും. പക്ഷേ എക്സും വൈയും എഴുതുക. എക്സിന്റെ വൈയുടെയും സൊല്യൂഷൻ. എക്സിന് 0 കൊടുത്താൽ 4y equal to 20. അപ്പൊ y is equal to 20/5. 20/5 എത്രയാണ്? 5 ആണ്. 20/4 ആണ്. അത് ചെയ്തു വരുമ്പോൾ 5 കിട്ടും. അതിനുശേഷം yക്ക് 0 കൊടുത്തു. yക്ക് 0 കൊടുത്താൽ 5x is equal to 20. അപ്പോൾ x is equal to 20/5 ആണ്. 20/5 എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ അല്ലേ? ഇത്ര അടുത്ത x greater than or equal to x equal to 1 ഉം y is equal to 2 ഉം എടുത്ത് ലൈൻ വരയ്ക്കുക. സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഒരു കാര്യം ആലോചിച്ചാൽ തന്നിരിക്കുന്ന ഇൻഇക്വാളിറ്റീസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. അതുകൊണ്ട് പേടിക്കേണ്ട, എല്ലാം സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 1 2 3 4 5 6 1 2 3 4 5 6 ഓക്കെ അല്ലേ? ഇത്രയും -1 -2 -3 -4 -1 -2. പിന്നെ ഇതിനകത്ത് എന്ത് ചെയ്യാം? x is equal to 1 വരുന്ന ലൈൻ നോക്കാം. x is equal to 1 വരുന്ന ലൈൻ വേറെ ഒന്നും അല്ലാതെ ഇതാണ് ലൈൻ. x is equal to 1 വരുന്ന ലൈൻ. x is equal to 1 വരുന്ന ലൈൻ ആണ് ഞാൻ ഈ വരച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? അതിന്റെ ഇൻഇക്വാലിറ്റി x greater than or equal to 1. രണ്ടാമത് നമുക്ക് നോക്കാം. y greater than or equal to 2. അത് വരുന്ന ഏത് ലൈനാണ്? y equal to 2 എടുത്ത് വരയ്ക്കുക. ഇതാണ് ആ ലൈൻ. അതായത് y greater than or equal to 2. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ് ഈ 3 കളറൊക്കെ വെച്ച് വരയ്ക്കുന്നത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടേ? അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം? x is equal to 0, y equal to 5. ആ പോയിന്റ് ഏതാണെന്ന് നോക്കാം. x 0 ഉം y 5 ഉം. ഇതാണ് പോയിന്റ്. അടുത്തത് y 0 x 4. ഈ പോയിന്റ് ആണ്. ക്ലിയർ ആണേ? നമുക്കൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമുക്ക് ആ കിട്ടുന്ന ലൈൻ. അതിനെ നമുക്ക് ആ ഇൻഇക്വാളിറ്റി എഴുതി വെക്കാം. 5x plus 4y less than or equal to 20. ഓക്കെ ആണോ? അപ്പൊ ആദ്യത്തെ കേസ് നോക്കാം. നമുക്ക് തന്നിരിക്കുന്നത് ഒരു ട്രയാങ്കിൾ ഉണ്ട്. പക്ഷെ നമുക്ക് വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യാവുള്ളൂ. വെറുതെ ഒരു ട്രയാങ്കിൾ ഉണ്ടെന്ന് പറഞ്ഞ് കയറി മാർക്ക് ചെയ്യരുത്. കേട്ടല്ലോ? അപ്പൊ y greater than or equal to 2. y greater than or equal to 2 വരുമ്പോൾ എന്ത് ചെയ്യണം? 0 കൊടുത്താൽ 0 greater than or equal to 2. അത് ശരിയാണോ? 0 ആണ് വലുത് 2-നേക്കാൾ. ശരിയല്ല, തെറ്റാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അതെങ്ങോട്ട് പോകും? ഒറിജിനിലോട്ട് മാർക്ക് ചെയ്യണം. പുറത്തോട്ട് നമ്മൾ മാർക്ക് ചെയ്യണം. ഓക്കെ. അടുത്തത് ബ്ലൂ ലൈൻ, അതായത് ബ്ലൂ ഇങ്ക് വെച്ച് നമ്മൾ വരച്ച സ്ട്രെയിറ്റ് ലൈൻ നോക്കിയാൽ x greater than or equal to 1. 0 x കൊടുത്താൽ 0 greater than or equal to 1. 0 ആണ് 1-നേക്കാൾ വലുത്. അത് തെറ്റാണ്. അപ്പോൾ പുറത്തോട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ ആണോ? അതിനുശേഷം അടുത്ത ലൈൻ നോക്കാം. 5x plus 4y less than or equal to 20. അതിനകത്ത് ഇതിന് 0 കൊടുത്താൽ 0 less than or equal to 20 എന്ന് വരും. അത് ശരിയാണോ? 0 less than or equal to 20. അത് ശരിയാണ്. മനസ്സിലാകുന്നുണ്ടോ? 0-നേക്കാൾ വലുതാണ് 20. അപ്പൊ നിങ്ങൾ അത് ആലോചിച്ച് ചെയ്യുക. അപ്പൊ അതെന്ത് ചെയ്യും? ശരിയായതുകൊണ്ട് എങ്ങോട്ട് വരും? ഒറിജിനിലേക്ക് വരും. ഓക്കെ, നോക്കിക്കേ. ഇപ്പൊ എല്ലാവരും നോക്കിക്കേ. ഞാൻ കോമൺ ആയിട്ട് വരുന്നത് അറിയാൻ പറ്റുന്നത് ഇതാണ് കോമൺ ആയിട്ട് വരുന്നത്. അപ്പൊ ആ കോമൺ ആയിട്ട് വരുന്നത് നമ്മൾ ഷെയ്ഡ് ചെയ്യുക. അതാണ് നമ്മുടെ ഈ ഇൻഇക്വാളിറ്റീസിന്റെ സൊല്യൂഷൻസ്. ക്ലിയർ ആയോ? നല്ല രീതിയിൽ ഷെയ്ഡ് ചെയ്യുക. കേട്ടല്ലോ? ബാക്കിയുള്ള ഈ കോമൺ അല്ലാത്ത സാധനങ്ങളെല്ലാം നമ്മൾ തുടച്ചങ്ങ് കളയാം. നമുക്ക് ആവശ്യമില്ല. നമ്മുടെ സൊല്യൂഷൻസ് എവിടെയാണ് കറക്റ്റ് കിട്ടി അതറിയാൻ വേണ്ടി മാത്രം ഞാൻ ഇതൊന്ന് കാണിച്ചാണ് നിങ്ങൾക്ക്. ക്ലിയർ ആവുന്നുണ്ടേ? അപ്പോൾ പെൻസിൽ കൊണ്ട് മാക്സിമം നിങ്ങൾ ഇത് നീറ്റായിട്ട് വരയ്ക്കുക. നിങ്ങൾക്ക് ഇത് ബോർഡിൽ ഞാൻ റെപ്രസെന്റ് ചെയ്യാണ് ഈ മാർക്കർ കൊണ്ട്. നിങ്ങൾ എപ്പോഴും ഇത് പെൻസിലും സ്കെയിലും വെച്ച് കറക്റ്റ് ആയിട്ട് വരയ്ക്കുക. 5 മാർക്ക് നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടുന്നത്. ആ 5 മാർക്ക് വേസ്റ്റ് ആക്കാതിരിക്കുക. ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം ഫോളോ ചെയ്യുക.
അഡീഷൻസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഈ ചാപ്റ്റർ ഇത്രേ ഉള്ളൂ, സിമ്പിൾ ചാപ്റ്റർ ആണ്. 2 വീഡിയോ ആക്കിയത് കാരണം കൊണ്ടല്ല, ഞാൻ കരുതിയത് ആദ്യമേ ആ ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്ത ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യാമെന്ന്. പിന്നെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്ത് മാത്രം പഠിച്ചാൽ മതിയെന്ന് ഓർഡർ ഉള്ളത് കാരണം നമ്മൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ട. അതുകൊണ്ട് മാത്രം ഒരു വീഡിയോയുടെ ആവശ്യമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട. മാക്സിമം നിങ്ങൾ ചാനൽ പറയുന്ന കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്ത് പഠിക്കുക. അവസാനം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യും. എല്ലാം പറഞ്ഞ പോലെ തന്നെ നടക്കും. പിന്നെ നിങ്ങളൊരു സഹായം ചെയ്യുക, ചാനൽ മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ നല്ല സപ്പോർട്ട് ഉണ്ട്. നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് 1 മാസം ആയി വരുന്നേ ഉള്ളൂ. നിങ്ങളുടെ +1 11 വീഡിയോസ് ഇട്ടതേ ഉള്ളൂ. അതിനുള്ളിൽ തന്നെ നമുക്ക് 195-200 സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തായിട്ടുണ്ട്. സബ്സ്ക്രൈബേഴ്സ് കൂടി വരുന്നുണ്ട്. നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന സഹായമാണ് മാക്സിമം ഷെയർ ചെയ്യുക, കൂട്ടുകാരിലേക്ക് എത്തിക്കുക. ഓക്കെ, താങ്ക് യു.